ഇപ്പോൾ നിങ്ങൾക്ക് വയറ് നിറയാനുള്ള ഭക്ഷണം ഉണ്ടാവും. വയറ് നിറയാനുള്ള ഒരു പ്ലേറ്റ് നിറച്ച് ഭക്ഷണം ഉണ്ടാവും. ചിലപ്പോൾ സാലഡ്സ് ആയിരിക്കും കൂടുതൽ, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എഗ്ഗ് ആയിരിക്കും നമുക്കുള്ളത്, അല്ലെങ്കിൽ കുറച്ച് റൈസ് ഉണ്ടാവും. സോ ക്വാണ്ടിറ്റിക്കപ്പുറം ഒരു ബാലൻസ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ കഴിക്കാൻ പറ്റുന്ന കാർബോഹൈഡ്രേറ്റിന് പകരം കുറച്ച് നല്ല പ്രോട്ടീൻ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഫൈബർ ആയിരിക്കും. അത് നമ്മൾ തന്നുകൊണ്ടേയിരിക്കും. ലോ കാലറി ഫുഡ് കഴിച്ചാൽ വെയിറ്റ് ലോസ് സംഭവിക്കും എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്. ലോ കാലറി ഫുഡ് കഴിച്ചാൽ വെയിറ്റ് ലോസ് സംഭവിക്കും. അതായത് ഈ ലോ കാർബോഹൈഡ്രേറ്റ് ആണ് പലപ്പോഴും കൂടുതൽ എഫക്റ്റീവ് ആവുക. കലോറിക്കപ്പുറം കലോറി കൺസെപ്റ്റുകൾ പയ്യെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോകത്ത് കലോറി കൺസെപ്റ്റുകൾക്കപ്പുറം ഈ പറഞ്ഞ ബാലൻസ്ഡ് പ്ലേറ്റിലേക്കാണ് ആളുകൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു നല്ല ഫാറ്റ് അല്ലെങ്കിൽ ഒരു ചിക്കൻ, നേരത്തെ കലോറി കൺസെപ്റ്റിൽ നമുക്കൊരു പ്ലേറ്റ് ചിക്കൻ കഴിക്കുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ കലോറി ആയി അല്ലേ, അങ്ങനെയാണ്. പക്ഷേ അതിനപ്പുറം ഇപ്പോൾ ഒരു ബാലൻസ്ഡ് പ്ലേറ്റിലാണ് ഇപ്പോഴത്തെ ഒരു മോഡേൺ ന്യൂട്രീഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പ്ലേറ്റിനകത്ത് ഈ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫൈബറും ഫാറ്റും റിച്ച് ആവണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബാലൻസ്ഡ് ആണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്.